പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ദുരന്തം, ഉരുൾപൊട്ടൽ ദുരന്തം, ആ ദുരന്തത്തിൽ മരണസംഖ്യ 260 കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എത്രയേറെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് അതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും എത്രയോ പേരെ ഭൂമിക്കടിയിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വാദഗതികൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വാദഗതികളിൽ ഒരു പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറഞ്ഞത് മഴ. ഇന്നലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് കാലാവസ്ഥാ വ്യതിയാനം, കാർബൺ ബഹിഷ്കരണം, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണോ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. മഴ, തീവ്ര മഴ, അതാണ് കാരണം എന്നാണ് ഒരു പ്രധാനപ്പെട്ട വാദം. സർക്കാരിൻ്റെയൊക്കെ വാദം അതാണ്. അപ്പോൾ ഇത് തീവ്രമായിട്ടുള്ള മഴയാണോ ഇതിൻ്റെ കാരണം? അത് സംബന്ധിച്ചിപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് നടന്ന ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇത്രയും തീവ്രമായിട്ടുള്ള ഉരുൾപൊട്ടൽ, ഇത്രയും പേർ ദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു ഉരുൾപൊട്ടൽ എന്തുകൊണ്ടുണ്ടായി? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മഴയാണോ അതിൻ്റെ കാരണം? അതോ നമ്മൾ സുസംഘടിതമായി ചെയ്യുന്ന വിവേചനരഹിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണോ? അതിൻ്റെ ഭാഗമായിട്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ വയനാട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന റിസോർട്ട് മാഫിയയുടെ പ്രവർത്തനങ്ങളാണോ? പാറമടകളുടെ പ്രവർത്തനങ്ങളാണോ? വനനശീകരണമാണോ? മോണോ കൾച്ചറാണോ? ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ വയനാട്ടിലുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കാതെ നമുക്ക് ഈ ചർച്ച ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 10-40 വർഷക്കാലമായി വയനാട്ടിലെ പരിസ്ഥിതി ശോഷണത്തിനെതിരെ, വയനാട്ടിലെ വനം കൊള്ളയ്ക്കെതിരെ, വയനാട്ടിലെ ഈ മോണോ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെതിരെ ഒക്കെ അചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകരുണ്ട് വയനാട്ടിൽ. അദ്ദേഹവുമായി സംസാരിക്കാതെ ഈ ചർച്ച ഒരിക്കലും പൂർണ്ണമാവില്ല. അദ്ദേഹത്തിന് വരാൻ ശ്രീമാൻ എൻ ബാദുഷ. അദ്ദേഹവുമായി ഞാൻ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് സംസാരിച്ചു. മഴയാണോ ഇതിൻ്റെ കാരണം, അതോ പരിസ്ഥിതി ശോഷണമാണോ, ഇതൊക്കെ സംസാരിച്ചു. തുരങ്കപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ വിശദമായി സംസാരിച്ചു. അപ്പോൾ ആ സംഭാഷണം ആണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. ശ്രീ ബാദുഷ, താങ്കൾ അതായത് വയനാട്ടിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം പരിസ്ഥിതി രംഗത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ അങ്ങ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ ഈ വയനാട് ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങളെ ഇപ്പൊ ഇത് എന്തോ മഴ കൊണ്ടുണ്ടായതാണെന്നും കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടായതാണെന്നും ഒക്കെയുള്ള വാദഗതികളാണല്ലോ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഈ അവിടെ ഉണ്ടായിട്ടുള്ള പരിസ്ഥിതി മേഖലയിലെ തകർച്ചയുമായി നമുക്ക് ഈ വയനാട് ദുരന്തത്തെ എങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ മഴയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ വയനാട്ടിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഇതിന്റെ മുമ്പുണ്ടായത് മുണ്ടക്കൈയിൽ 1984 ഒരു ഉരുൾപൊട്ടലുണ്ടായി. അതിന് ശേഷം വലിയ ഉരുൾപൊട്ടലുണ്ടായത് 2019 ഈ ഇപ്പം ഉണ്ടായ മുണ്ടക്കൈക്ക് സമീപത്ത് തന്നെ വലിയ ഉരുൾപൊട്ടലുണ്ടായി, പുത്തുമല. അതുപോലെ തന്നെ ഈ മലയുടെ തന്നെ പടിഞ്ഞാറൻ ചെരുവിൽ കവളപ്പാറയിലും പാതാറിലും നിലമ്പൂരിനടുത്ത് അതും ഉണ്ടായി. അപ്പോ ആ ഉരുൾപൊട്ടലുകളുടെ സമയത്തും ഈ മഴവാദം, അതിനാദ്യം പറയാം, മഴവാദം വന്നിരുന്നു. മഴന്റെ കൂടുതലാണ് എന്നുള്ളത്. വയനാട്ടിലെ ഏറ്റവും വലിയ മഴ പെയ്തത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് വയനാട്ടിലല്ല, കേരളത്തിൽ തന്നെ 1922 99 വെള്ളപ്പൊക്കം ഉണ്ടല്ലോ. കേരളം മുഴുവനും ആകെ കുത്തിയൊലിച്ചു പോയേ. ആ സമയത്ത് പോലും വയനാട്ടിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട മഴ ഒരു ദിവസം 800 മില്ലിമീറ്റർ വരെയാണ് മഴ അന്ന് രേഖപ്പെടുത്തിയത്. അതായത് അത്രയും മഴ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല. 2018 19 ഒക്കെ ഉണ്ടായ മഴ മാക്സിമം പുത്തുമലയിൽ ഉരുൾപൊട്ടിയ ദിവസം, പുത്തുമലയിലാണ് 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതി
ഉരുൾപൊട്ടലുണ്ടായത്. അവിടെ 550 മില്ലിമീറ്റർ മഴ മാത്രമേ അന്ന് പെയ്തിട്ടുള്ളൂ. 550 മില്ലിമീറ്റർ വരെ. ഇപ്പം മുണ്ടക്കയില് മഴ പെയ്തത് പിന്നെ ഏതാണ്ട് 300-350, കൃത്യമായ ഇത് കിട്ടിയില്ലെങ്കിൽ 350 മില്ലിമീറ്ററിൽ താഴെയാണ്. വയനാട്ടിൽ അന്ന് 250 മില്ലിമീറ്ററാണ് ആവറേജ് മഴ പെയ്തത് വയനാട്ടില്. അപ്പം ഈ മഴ പെയ്യുന്നതിന്റെ സാന്ദ്രത കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ലാൻഡ് സ്ലൈഡും ഉണ്ടാവാം. പക്ഷെ ഉരുൾപൊട്ടലിന്റെ കാര്യം അതൊന്നുമല്ല. ഞാൻ മുഖ്യമന്ത്രി എന്നെ നടത്തിയ പത്രസമ്മേളനത്തില് ഇന്നലെ ഞാനത് കേട്ടിട്ട് ചിരിച്ചുപോയി. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പോട്ടെ, അതൊന്നുമല്ല ഈ വലിയ അതിതീവ്ര മഴയാണ് കാരണം. അത് മഹാ ബ്ലണ്ടറാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് അതിതീവ്രമായ മഴ പെയ്തപ്പോഴും വയനാടൻ മലകൾക്ക് എന്ന് മാത്രമല്ല പശ്ചിമഘട്ട മലനിരകൾക്കൊക്കെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ട മഴ 19,000 മില്ലിമീറ്റർ മഴയായിരുന്നു. 19,000 ബാണാസുരന്റെ മുകളിൽ 19,000 മില്ലിമീറ്റർ മഴ വരെ വയനാട്ടിൽ പെയ്തിട്ടുണ്ട്. 19,000. അത് കഴിഞ്ഞാൽ ചിറാപുഞ്ചിയിലാണ് 42,000 മില്ലിമീറ്റർ വരെ മഴ പെയ്തത്. ഇത്രയും തീവ്രമായ മഴ പെയ്തപ്പോഴൊന്നും ഇങ്ങനെയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ആ പ്രദേശത്ത് ഇത്തരം മഴ എല്ലാ കാലത്തും ഒരു പക്ഷേ ഈ നമ്മുടെ ഭൂമി ആവിർഭവിച്ച് ഈ മലകളും പിന്നെ അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായ കാലം മുതലേ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെ താങ്ങി നിർത്താനുള്ളതായ കെൽപ്പ്, ഇത്തരം മഴകളെ താങ്ങി നിർത്താനുള്ളതായ കെൽപ്പ് ഭൂമിക്കുണ്ടായിരുന്നു. അതിന്റെ വൃക്ഷ കവചങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ളതായ ഒരു പാരിസ്ഥിതിക സന്തുലനം ഉണ്ടായിരുന്നു. അപ്പം പെയ്യുന്ന മഴവെള്ളം കുത്തി ഒലിച്ച് താഴ്വാരങ്ങളിലേക്കും നദികളിലേക്കും പുഴകളിലേക്കും വരാതെ അത് മണ്ണിലും മരങ്ങളിലും ചെടികളിലും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ കമ്പോസ്റ്റ്, അതായത് ജൈവ വൈവിധ്യങ്ങളിലും അതുപോലെ തന്നെ പുൽപ്പരപ്പുകളിലും എല്ലാം കൂടി ആയിട്ട് സംഭരിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളതായ ഈ ലാൻഡ് സ്ലൈഡിന്, മണ്ണൊലിപ്പിനും മലയിടിച്ചിലുള്ളതായ മുഖ്യ കാരണം വനനാശം തന്നെയാണ്. അത് ഇപ്പൊ മുണ്ടക്കയിലും അത് തന്നെ സ്ഥിതി. മുണ്ടക്കയില് ഇന്നലെയും മിഞ്ഞാന്നും അവിടെ കാര്യമായിട്ട് വനനാശമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ മലവാരം ഏറ്റവും കൂടുതൽ മഴ സാന്ദ്രതയുള്ള വെസ്റ്റേൺ ഗാർഡ്സിലുള്ളതായ ഒരു പ്രദേശമാണ്. അറബിക്കടലിൽ നിന്നും മഴമേഘങ്ങൾ വയനാട്ടിലേക്ക് കടന്നു വരുന്നത് ഈ വെള്ളരിമല പിന്നെ ആ മലഞ്ചരിവിലൂടെയാണ്, നിലമ്പൂരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അവിടെ വലിയ സാന്ദ്രത ഉള്ള മഴ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ആ മഴയെ ഉൾക്കൊള്ളാനും ആ മഴയെ താങ്ങി നിർത്താനുള്ളതായ ഒരു പാരിസ്ഥിതിക കെൽപ്പ്, അതിനർത്ഥം വെച്ചാൽ വൃക്ഷകവചങ്ങൾ, ബയോഡൈവേഴ്സിറ്റി, മണ്ണിലേക്ക് നേരിട്ട് മഴ പതിക്കാതിരിക്കുക, അങ്ങനെയുള്ളതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഈ വയനാട്ടിലെ ഈ വനനാശത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും? വയനാട്ടിലെ വനനാശം അതിഭയാനകമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ പിന്നെ ഈ CIG റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, 1954 ശേഷം വയനാട്ടിലെ കാടുകൾ 50% ചുരുങ്ങിയെന്ന് ആ CIG റിപ്പോർട്ടിൽ തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പിന്നെ കേരള അസംബ്ലിയിൽ വെച്ചിട്ടുള്ള CIG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ വയനാട്ടിൽ എത്രയോ വനങ്ങൾ നശിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവയിൽ ഉണ്ടായിരുന്ന പുൽപ്പരപ്പുകളും ഷോല ഫോറസ്റ്റുകളും നിബിഡ വനങ്ങളും വെട്ടിയൊഴിഞ്ഞ് ഇപ്പൊ ഈ മുണ്ടക്കയിൽ തന്നെ ഒരു 200 കൊല്ലം മുമ്പാണ് ബ്രിട്ടീഷുകാര് ആ മലഞ്ചരിവുകൾ നാട്ടുരാജാക്കന്മാരെന്നും പാട്ടെടുത്ത് അവിടെ കൃഷി ചെയ്യുന്നത്. അന്ന് അവർ കൃഷി ചെയ്യുന്നത്, ഞാൻ ഇതും കൂടി പറഞ്ഞു, കൃഷി ചെയ്യുന്നത് ഏലായിരുന്നു. വളരെ താഴെയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ തേയില ചെയ്തിട്ടുള്ളായിരുന്നു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ ഉടമസ്ഥത അവകാശം നമ്മുടെ ഇന്ത്യക്കാരുടെ കൈകളിലും വ്യക്തികളുടെ കയ്യിലും കമ്പനികളുടെ കയ്യിലും വന്നതിന് ശേഷം അവര് ഏലക്കാടുകൾ മുഴുവനും മാറ്റിയിട്ട് അവിടെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ തേയിലത്തോട്ടങ്ങൾ ഉണ്ടായതിനു മുമ്പായിട്ട് മരം മുഴുവനും മുറിച്ച് നീക്കി. 1971 നമ്മുടെ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് നിയമമുണ്ടല്ലോ, അത് വന്നതോടുകൂടി 80കളിൽ തകർത്ത് വെട്ടി കൊണ്ടുപോയി. ചേമ്പറ മലകളിലും വയനാട്ടിലെ വയനാട്ടിലല്ല വെസ്റ്റേൺ ഗാർഡ്സിൽ ഉടനീളം അതിൽ ഏറ്റവും കൂടുതൽ വനനാശം നടന്നത് വയനാട്ടിലാണ്. അതിന്റെ ദുരന്താണ് വയനാട്ടിൽ എല്ലാ കൊല്ലവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റം ഒരു ഘടകമായിരിക്കാം. പക്ഷേ മുഖ്യ ഘടകം ലാൻഡ് യൂസ് ആണ്, മണ്ണിന് വരുത്തിയ നാശമാണ്, അതിനുശേഷം ഉണ്ടാക്കിയുള്ളതായ തോട്ടങ്ങളും ഭൂമി കയ്യേറ്റങ്ങളുമാണ്. സമീപകാലത്ത് അതും കൂടി പറയട്ടെ, എന്നാൽ അവസാനിക്കാം. സമീപകാലത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ടൂറിസം കടന്നു വന്ന് വലിയ നിർമ്മിതികൾ, വലിയ വലിയ നിർമ്മിതികൾ, ഗ്ലാസ് ബ്രിഡ്ജുകള്, റോഡുകള്. അപ്പൊ ഈ നമ്മുടെ കൽപ്പറ്റയിലുള്ള സെന്റർ ഫോർ ഹ്യൂം സെന്റർ ഫോർ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ്. അവര് നടത്തിയ പഠനം 2018-ലും 2019-ലും നടത്തിയ പഠനത്തില് 1100ഓളം ലാൻഡ് സ്ലൈഡുകളും മണ്ണിടിച്ചുകളും ഉണ്ടായിട്ടുണ്ട്. അതിൽ മഹാഭൂരിഭാഗവും റിസോർട്ടുകളോട് ചേർന്നിട്ടും റിസോർട്ടുകളിലേക്കുള്ള റോഡിന്റെ അരികുകളിലുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ പുത്തുമലയുള്ള ഉരുൾപൊട്ടിയതിന്റെ ചുറ്റും റിസോർട്ടുകളാണ്. സ്വാഭാവികമായും മഴയാണ് ഇതിന്റെ അതിതീവ്ര മഴയും കാലാവസ്ഥാ മാറ്റവുമാണ് ഈ ഉരുൾപൊട്ടലിന്റെ കാരണം എന്നുള്ള വാദം അസംബന്ധമാണ്. ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും മാറ്റവും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. നമ്മൾ അതിനെപ്പറ്റി അത്ര കൂടുതലായി ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടില്ലെങ്കിലും പലരും അത് നടത്തിയിട്ടുണ്ട്. അതിന് താങ്ങാനുള്ള, അതിനെ ഉൾക്കൊള്ളാനുള്ളതായ കരുത്തും പ്രകൃതിക്കുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ അതിനെ നമ്മൾ മനുഷ്യൻ നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മെയ്ഡ് ഡിസാസ്റ്റർ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ തുരങ്കപാതയെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടല്ലോ 6 കിലോമീറ്റർ ദൂരത്ത്. അത് മറ്റൊരു അസംബന്ധം. 6 കിലോമീറ്റർ അല്ല, 9 ചില്ലാണ്, 10 കിലോമീറ്റർ നമുക്ക് വേണേൽ പറയാം. അത് എവിടുന്ന് എവിടം വരെ? അത് ഇപ്പോൾ ഉരുൾപൊട്ടിയിട്ടുള്ള ഈ മുണ്ടക്കൈയുടെയും മുണ്ടക്കൈയിൽ നിന്നും 2019 ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് ഏരിയൽ ഡിസ്റ്റൻസ് ഒരു 1.5 കിലോമീറ്റർ കാണും. 1.5 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസ്. പുത്തുമലയിൽ നിന്നും 1/2 കിലോമീറ്ററും കൂടി, അതായത് മുണ്ടക്കൈയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ അകലത്തിലല്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന കള്ളാടി എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. കള്ളാടി വലിയ ടൂറിസം നടക്കുന്ന പ്രദേശമാണ്. അതിന്റെ മുകളിലൊക്കെ തന്നെ ആ കള്ളാടിയിൽ നിന്നും ഈ ഇപ്പൊ പറയുന്ന ഈ മലനിരകളുണ്ടല്ലോ, വെള്ളരിമലയിലാണ് പുത്തുവാലും അതുപോലെ തന്നെ ഈ മുണ്ടക്കൈയൊക്കെ. അതിന്റെ അടിയിൽ കൂടി കടന്നു പോയിട്ട് കോഴിക്കോട് ജില്ലയിലുള്ള സ്വർഗം കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ആനക്കാംപോയിലേക്ക് ചെന്ന് ചാടും. ആനക്കാംപോയിലേക്ക് ചേരുന്ന അവിടത്തേക്ക് 10 കിലോമീറ്റർ ഉള്ള ഒരു ട്വിൻ ടണലാണ് ഇപ്പം വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് സമാന്തരമായിട്ട് വേറെ പാതകളൊക്കെ ഉണ്ട്, ഇതിന്റെ ആവശ്യമില്ല എന്നും പറയുന്നു. അപ്പൊ പിന്നെ ഒട്ടുമില്ല, ഒരാവശ്യവുമില്ല. അവർ ഉയർത്തി കാണിക്കുന്നത് അത് വയനാടിന് എന്ത് ഗുണം ചെയ്യാന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. വയനാടിന്റെ ഡെവലപ്മെന്റിനോ വയനാട്ടിലെ കർഷകർക്കോ വയനാടിന്റെ പാവപ്പെട്ടവർക്കോ ഒരു ഗുണവും ചെയ്യൂല. അതിന് തൊട്ടപ്പുറത്ത് നാടുകാണി ചുരണ്ട്, അതിന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് താമരശ്ശേരി ചുരണ്ട്, അത് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അകലെ നമ്മുടെ പക്കന്തളം ചുരണ്ട്, കുറ്റ്യാടി ചുരം. അത് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അകലെ നമ്മുടെ കുറ്റ്യാടി ചുരണ്ട്. അത് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അവരെ പാൽച്ചുരണ്ട്. ഈ ചുരങ്ങളൊക്കെ നന്നാക്കി ഗതാഗതം സുഗമമാക്കുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പാത തുടങ്ങുന്ന ഇരട്ട് തുരങ്കം തുടങ്ങുന്ന കള്ളാടിക്കൊല്ലി സമുദ്രനിരപ്പിൽ നിന്നും 710 മീറ്റർ ഉയരത്തിലാണ്. 710 മീറ്റർ ഉയരത്തിലാണ്. അത് ചെന്ന് ചേരുന്ന സ്വർഗം കുന്ന് ഏതാണ്ട് 708 മീറ്റർ ഉയരത്തിലാണ്, 2 മീറ്റർ താഴ്ചയിലാണ്. അപ്പം അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് വേണമെങ്കിൽ ഒരു ചുരത്തിന്റെ പകുതി പിന്നെ ഇറങ്ങണം. അതേപോലെ തന്നെ നമ്മളെ മേപ്പാടിയിൽ നിന്നോ കൽപ്പറ്റയിൽ നിന്നോ വയനാട്ടിൽ നിന്നോ എവിടെ നിന്നെങ്കിലോ ഈ കള്ളാടി പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ 300 മീറ്റർ ചുരം പോലുള്ളതായ വളഞ്ഞു തിരിഞ്ഞ റോട്ടിൽ വരണം. എന്നിട്ടാണ് ഈ 10 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടത്. അതൊരു ബ്ലണ്ടറാണ്, എന്തോ പണലാഭമാണ്. അതിന്റെ പിന്നിലുള്ള ദുരൂഹത പിടിച്ചിട്ടും ഒരു വിധത്തിലും പിടികിട്ടുന്നില്ല. എന്തിനാണ് ഇത്ര താല്പര്യപ്പെട്ട് ഈ 5000 കോടി രൂപ ചെലവഴിച്ച് വലിയ ഡിസാസ്റ്റർ ഉണ്ടാക്കാവുന്ന, അതോ ഒരു ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണ് പുത്തുമല, മുണ്ടക്കൈ 3 പ്രാവശ്യം. അതിന് തൊപ്പുറത്ത് ചേമ്പ്രമലയിൽ ഉണ്ടായിരുന്ന 2009 ഉരുൾപൊട്ടൽ, അതിന്റെ പടിഞ്ഞാറൻ ചെരുവില് കവളപ്പാറ, നിലമ്പൂരിലുള്ള കവളപ്പാറ, പാതാറ്, ആനക്കാംപോയില് എവിടെയാണ് ഉരുൾപൊട്ടൽ. ഈ കോംപ്ലക്സ് കാരണം വെച്ചാൽ ഇവിടെ ഒരു വല്ലാത്ത പാരിസ്ഥിതിക ഒരു ലോല പ്രദേശമാണ്. അറബിക്കടലിൽ നിന്നും മഴമേഘങ്ങൾ
മൈസൂർ പ്ലാറ്റ്യൂവിലേക്ക് കടന്നു വരുന്ന, വയനാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എപ്പോഴും മഴയുണ്ടാവും. അതിനനുസൃതമായ ഒരു ജൈവ വൈവിധ്യം ഉണ്ട് ഇവിടെ. അതിനെയാണ് തകർക്കുന്നത്. അല്ല, അപ്പൊ ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഇപ്പോഴത്തെ ഈ വയനാട്ടിലത്തെ ഈ ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുന്നു അങ്ങേക്കൊന്ന് ക്രോഡീകരിക്കാവോ? ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ലാൻഡ് യൂസ് ആണ്. രണ്ടാമത് 30 ഡിഗ്രി ചെരിവുള്ളതായ, അതിൽ കൂടുതൽ ചെരിവുള്ളതായ പ്രദേശങ്ങളിൽ ലയങ്ങളോ മറ്റോ പാടില്ല. മറ്റൊന്ന് 1957 ശേഷം ഉണ്ടായിട്ടുള്ളതായ വലിയ രീതിയിലുള്ളതായ മരം മുറിയും തുടർന്നുള്ളതായ തോട്ടങ്ങളും. മറ്റൊന്ന് സമീപകാലത്തായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളതായ ടൂറിസം റിസോർട്ടുകളാണ്. ഈ മുണ്ടക്കൈക്ക് ചുറ്റും ഉണ്ടായുള്ള ടൂറിസം റിസോർട്ടുകൾ എണ്ണമറ്റതാണ്. കേരളത്തിൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, പിന്നെ ഏതാണ്ട് 1000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട്ടിൽ 5000-ലധികം റിസോർട്ടുകളുണ്ട്. 5000-ലധികം. 1000 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. അതിൽ 5000 റിസോർട്ടുകളുണ്ട്. ഒരു ചതുരശ്ര കിലോമീറ്ററിന് ആവറേജിന് 5 റിസോർട്ടുകൾ. പിന്നെ അതേപോലെ തന്നെ അതേക്കുള്ളതായ റോഡുകൾ, അതിന്റെ നിർമ്മിതികൾ, വിനോദസഞ്ചാര ഉപാധികൾ, അവര് മലമുകളിൽ നിന്നും സ്ട്രീമുകളൊക്കെ തന്നെ തിരിച്ച് റിസോർട്ടുകളിലേക്ക് വിടുന്നു. അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നു. എല്ലാം കയ്യേറ്റങ്ങളാണ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ളതായ കെട്ടിട നിർമ്മാണങ്ങൾ. അപ്പൊ ഈ സർക്കാരിന്റെ നയങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാ പ്രോത്സാഹിപ്പിക്കുന്നത്? സർക്കാരാണല്ലോ ഇപ്പം വയനാട്ടിലേക്കുള്ള ഡെവലപ്മെന്റിന്റെ മഹാഭൂരിഭാഗം തുകയും ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. 5000 കോടി രൂപ ടണലിനൊപ്പം വയനാടിന്റെ ടൂറിസത്തിന് വേണ്ടിയാണ് മുഴുവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ പിന്നെ ജനസംഖ്യയില് 98% ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. കൃഷി തൊഴിലാളികളോ ആദിവാസികളോ അല്ലാത്തവരും ഒക്കെ തന്നെ. ബാക്കിയുള്ളവർ തോട്ടം തൊഴിലാളികളാണ്. അവർക്കൊരു ഗുണവും ചെയ്യാത്ത, അവർക്കൊരു ഡെവലപ്മെന്റും ഇല്ല. അതൊക്കെ ടൂറിസത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് ടൂറിസം അങ്ങനെ തിമിർത്താടാണ് വന്യജീവി കേന്ദ്രത്തിന്റെ ഉള്ളിൽ, ആദിവാസി മേഖലകളിൽ, ഗ്രാമങ്ങളിൽ, ഇതേപോലുള്ളതായ മലമുകളിലുള്ളതായ ാണ് ഇവർ കണ്ടുവച്ചിട്ടുള്ളത്. അല്ല, അപ്പൊ സർക്കാർ ഇതിന് അനുകൂലമായി നിൽക്കുമ്പോൾ എന്താണ് നമുക്ക് പിന്നെ ഒരു പോംവഴി ഇതിനകത്തുള്ളത്? ഞാൻ പറയുന്നത് വയനാട് ഒരു നഷ്ടഭൂമിയാണ്. 40 കൊല്ലമായിട്ട് വയനാടിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ കുറെ ആൾക്കാർ, ഞാൻ ഒറ്റയ്ക്കൊന്നും വന്നല്ല, ഒരുപാട് ആൾക്കാർ, കേരളത്തിലുള്ള നിങ്ങളെപ്പോലെ ഒരുപാട് പത്രപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും വിദഗ്ധരുടെയും സപ്പോർട്ടോടുകൂടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ത്യാഗം ഞാൻ നേരിട്ട് പറയുന്നത് ശരിയല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുള്ളതായ ഒരുപാട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയിട്ടും വയനാട് അടിക്കടി നാശത്തിലേക്ക് നീങ്ങുകയാണ്. രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾ, കഴിഞ്ഞ 10 വർഷമായിട്ടുള്ളതായ ഭരണകൂടങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയോ, പിന്നെ ബാണാസുര സാഗർ വയനാടിനുള്ളതായ ഒരു ജലബോംബാണ്. ബാണാസുര സാഗറിന്റെ പരിസരത്തുള്ളതായ മലമുകളിൽ വനഭൂമി കയ്യേറിയിട്ട് 10-25 ഏക്കർ വെച്ചിട്ടുള്ളതായ കൂറ്റൻ റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ബാണാസുര അടുത്തുള്ള ബാണാസുര സാഗറിന്റെ ഓരം ചേർന്ന് അതിലെ കൊച്ചു ദ്വീപുകളിലൊക്കെ തന്നെ കയ്യേറി വലിയ, ചെറിയതൊന്നുമല്ല, ചെറിയ ആദിവാസി കുടിലുകളുള്ളതായ ഹോം സ്റ്റേകളൊന്നുമല്ല, കൂറ്റൻ ബാണാസുര മലകളിലെ ചെരുവുകളിൽ, ചേമ്പ്ര മലകളിലെ ചെരുവുകളിൽ ഇപ്പൊ ഉരുൾപൊട്ടിയിട്ടുള്ളതായ 900 കണ്ടി, നിങ്ങൾക്ക് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്താൽ അറിയാം. 900 കണ്ടി എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ് അഡ്വഞ്ചർ ടൂറിസം. അതുപോലെ തന്നെ അവിടെ നടക്കാത്ത കൂത്താട്ടങ്ങളില്ല. അവിടെ ഇപ്പോൾ പോലും ടൂറിസ്റ്റുകളുടെ പ്രവേശനം തടഞ്ഞിട്ടില്ല. അതിനോട് ചേർന്നാണ് നമ്മുടെ ആ വിദ്വാൻ ഉണ്ടല്ലോ, നമ്മുടെ കോമാളിയായ ഒരു ബോബി ചെമ്മണ്ണൂർ, അങ്ങേരിപ്പോ 1000 ഏക്കറ വാങ്ങിയിട്ടുണ്ട്. ഇല്ലീഗലാ വാങ്ങിയത്. അത് ഇതിന്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. ഈ ഉരുൾപൊട്ടിയതിന് തൊട്ടടുത്തുള്ളതായ പുത്തുമലന്റെ ഒക്കെ ചേർന്ന് കിടക്കുന്നതായ എസ്റ്റേറ്റുകളാണ്. ആരായിരുന്നു നിന്ന് കൊടുക്കുന്നു? ആരാണ്? ഭരണകൂടമാണ്. രജിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്ത ഈ ഭൂമി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുക. അതിന്റെ ആധാരം വാങ്ങി ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭരണകൂടങ്ങൾ, ഞാൻ വേറൊരു കാര്യം കൂടിയും പറയട്ടെ ഷാജഹാൻ സാഹേ,
ഇന്നലെ ഞാൻ ഇന്നലെ ഒന്നും പൂർണ്ണമായിട്ടും ടി വി കണ്ടിട്ടേ ഇല്ല. ഞാൻ അത്രയും ഖിന്നനാണ്, അത്രയും വേവലാതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരത്തെ ഒരു ലേശം നോക്കിയിട്ട് എന്റെ മനസ്സെ ഇന്ന് പിൻവലിക്കുക എന്നുള്ളതല്ലാതെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ പിന്നെ 2 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. പിന്നെ നമ്മുടെ ഇയാള് പ്രകോപിതനായല്ലോ അമിത്ഷാ പ്രകോപിതനായിട്ട് അയാള് രാഹുൽ ഗാന്ധിയോട് അയാൾക്കൊരു കുലശത്രുത ഉണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ രാഹുൽ ഗാന്ധിയെ ബ്ലൈൻഡ് ആയിട്ടൊന്നും അംഗീകരിച്ച് തലയിലേക്ക് നടക്കുന്നില്ല. രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലെ ഇല്ലീഗൽ കൺസെഷന്റെ സംരക്ഷിക്കുന്നത്. ഇവിടുത്തെ വലിയ നിർമ്മിതികളാണ് ദുരന്തത്തിന്റെ കാരണം എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്, ഇവിടുത്തെ ദുരന്തത്തിന്റെ പ്രധാന കാരണം ഈ നിർമ്മിതികളാണ്, ഇല്ലീഗലായിട്ടുള്ളതായ കൺസെഷനാണ്. പക്ഷെ അതിന് രാഹുൽ ഗാന്ധി ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ അയാൾക്കൊരു പങ്കുമില്ല. അത് നിയന്ത്രിക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയും അതിന്റെ പിൻബലം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവുമാണ്. അവർക്ക് അതിലെ മന്ത്രിമാർക്കും അതിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും അതിലെ നിയന്ത്രണങ്ങൾക്കൊക്കെ അതിന് വലിയ പങ്കുണ്ട്. ഞാൻ കൃത്യമായി പറയാൻ തയ്യാറാണ്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇതിൽ വലിയ ഒരു പങ്കുണ്ടെന്നാണ് അങ്ങയുടെ അഭിപ്രായം? എന്ത് സംശയം, അവരുടെ കൈകളിലാണ് ഈ ചോര. വയനാട്ടിന്റെ വികസനം എന്ന് പറയുന്ന ഒരു രക്തരക്ഷസ് ഉണ്ടല്ലോ, അതാണ് വയനാട്ടിൽ ഇപ്പൊ കാണുന്നത്. ആ രക്തരക്ഷസിന് ഇനി എത്ര ചോര വേണ്ടി വരും? വയനാട്ടിലെ ആദിവാസികളുടെയും പാവപ്പെട്ടവരുടെയും, നിങ്ങൾക്കറിയോ ഈ ഒലിച്ചു പോയത് ഏതൊരു മനുഷ്യരാണെന്നറിയോ? ബ്രിട്ടീഷുകാര് തോട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ 1700-കളിൽ ഏറനാട്ടിൽ നിന്നും അടിമകളായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ തേയിലത്തോട്ടങ്ങളിൽ പാർപ്പിച്ച ഏറനാട്ടിലെ പാവപ്പെട്ട ആൾക്കാരുടെ പിന്മുറക്കാരാണ്. അവര് തോട്ടങ്ങളിൽ തൊഴിൽ നഷ്ടപ്പോൾ പരിസരത്ത് കിട്ടിയ 5 സെന്റ് ഭൂമിയിലും 10 സെന്റ് ഭൂമിയിലും വീട് വെച്ച് ചെറുകിട കച്ചവടങ്ങൾ, ഡ്രൈവർമാർ, അങ്ങനെ പിന്നെ ഹോട്ടൽ ജോലിക്കാർ, അതൊക്കെ ചെയ്ത് ഉപജീവിക്കുന്ന പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യർ, നഗരങ്ങളിൽ താമസിക്കുന്നവർ, അവരാണ് മണ്ണിന്റെ അടിയിൽ പോയത്. മനസ്സിലായി. വയനാട്ടിൽ നിന്ന് കയറി വന്നിട്ടുള്ളതായ രാഷ്ട്രീയ ബലമുള്ള, ഭരണകൂട ബലമുള്ള, ഇവിടെ റിട്ടയർ ചെയ്ത IG-മാർക്ക്, റിട്ടയർ ചെയ്ത പിന്നെ ഗവൺമെന്റ് സെക്രട്ടറിമാർക്ക് ഒക്കെ ഇവിടെ റിസോർട്ടുകളുണ്ട്. അവരൊക്കെ നിയന്ത്രിക്കുന്നതായ എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള നമ്മുടെ ഈ കൊലസംഘങ്ങൾ ഉണ്ടല്ലോ, എന്തായാലും പറയാ കൊട്ടേഷൻ സംഘം, എല്ലാ കൊട്ടേഷൻ സംഘങ്ങൾക്കും ഇടത്തും വലത്തും ഉള്ള, വലത്ത് ഇത്ര മാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല, ഉള്ള കൊട്ടേഷൻ സംഘങ്ങൾക്കൊക്കെ തന്നെ വയനാട്ടിൽ റിസോർട്ടുകളുണ്ട്. അവരുടെ ഗ്രീഡ് ഉണ്ടല്ലോ, ഈ രക്തരക്ഷസ്, അതിന് ഈ പാവപ്പെട്ട മനുഷ്യരുടെ രക്തം ഇനി എത്ര വേണ്ടി വരും? അതേ ചിന്തിക്കേണ്ടതുള്ളൂ. അതാണ് ഇന്നത്തെ അവസ്ഥ.